പല പ്രാവശ്യം എന്നോട് നമ്മുടെ ശ്രീനിവാസൻ പറഞ്ഞിട്ട്, ദിനേശേ, അതിവിനയം കാണിക്കുന്ന ഒരാളെയും ദിനേശ് ജീവിതത്തിൽ വിശ്വസിക്കരുത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. കാരണം ഈ അതിവിനയം കാണിക്കുന്നവൻ കള്ളനായിരിക്കും. കള്ളമേ ജീവിതത്തിൽ കാണിക്കും. അത് അങ്ങനെയുള്ളവനാണ് ഈ അതിവിനയം കാണിക്കുന്നത്. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഉദാഹരണത്തിന് നമ്മുടെ നടൻ ജയറാമിന്റെ കാര്യം തന്നെ എടുക്കാം. ശുക്രിയ, എന്റെ നമ്പരായി. എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. അയാളെ നമുക്ക് അതിവിനയത്തോടെ അല്ലാതെ മമ്മൂട്ടിയെ പോലെയോ പ്രണവ് മോഹൻലാലിനെ പോലെയോ നമുക്ക് കാണാനേ കഴിയില്ല. ഇവരുടെയൊന്നും മുഖത്ത് വിനയമില്ലല്ലോ. അത്രയ്ക്കും എളിമയാണ്. എളിമ കൊണ്ട് മാത്രം നാട്ടുകാർ മുഴുവൻ എളിമേട്ട എന്നാ വിളിക്കണേ. ക്യാമറയ്ക്ക് മുന്നിലല്ല, സ്വന്തം ജീവിതത്തിലാണ് ഈ നടന്റെ യഥാർത്ഥ അഭിനയം നടക്കുക. കാണുന്നവർക്ക് തോന്നും, ഷോ എന്തൊരു നിഷ്കളങ്കനായ മനുഷ്യൻ. ഒരു യൂട്യൂബർ പറയുന്നത് 2 രൂപയുടെ എളിമ ഇടേണ്ടിടത്ത് 2000 രൂപയുടെ എളിമ ഇട്ടുകളയും ജയറാം എന്നാണ്. നൂറ് ശതമാനം നല്ല നിരീക്ഷണമാണത്. 2 രൂപയുടെ എളിമ ഇട്ടാൽ മതി ഇങ്ങനെ. പക്ഷെ 2000 രൂപയ്ക്ക് ഇട്ടുകളയും ജയറാം എന്നാണ് പറയുന്നത്. നിർത്തിയങ്ങ് അവമാനിക്കുവാണെന്ന്. അമ്മ വന്ന് கும்பகோணம், அப்பா வந்து பாலக்காடு. அந்த காலத்து பாலக்காடு தமிழ்நாடு, நான் வந்து பெரும்பாவூர், குழந்தைகள் சென்னை, பொண்டாட்டி நாயர் കുറുപ്പ്. ഈ മൊയ്തീനിക്കാന്റെ ഓരോ തമാശകള് ഇങ്ങനെ പോലെ കെട്ടുകഥ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധം മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല. மலையாளமும் கம்பர்ட்டு, தமிழும் கம்பர்ட்டு. தமிழும் மலையாளവും ഒന്ന് മാതിരി தான். ഒന്ന് ഫസ്റ്റ് ഒന്ന് സെക്കൻഡ്, അന്ത മാതിരി ഇല്ലേ. പക്ഷെ ഞാൻ ജനിച്ചത്, വളർന്നത്, പഠിച്ചത്, പേരുണ്ടാക്കിയത്, സിനിമയിൽ കയറിയത് എല്ലാം മലയാളത്തിലാണ്. അതിൽ നിന്നാണല്ലോ തമിഴിൽ പോയി പൊട്ട വേഷങ്ങൾ ചെയ്യുന്നത്. ഈ ആളിയന് പഴയതിന് ഒരു മാറ്റമില്ല കേട്ടോ. റാംരാജിന്റെ പരസ്യം നമ്മൾ മറക്കാറായിട്ടില്ല. എന്റെ നാടിന്റെ താളത്തിൽ അഭിമാനമുണ്ട്, എന്റെ നാടിന്റെ സംസ്കാരത്തിൽ അഭിമാനമുണ്ട്, എന്റെ നാട്ടിൽ ജനിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. പരസ്യത്തിൽ തള്ളോട് തള്ളായിരുന്നു, അഭിമാനമുണ്ട്. ഇവിടെ വന്ന് ചെണ്ട കൊട്ടും, തമിഴ്നാട്ടിൽ ചെന്ന് ഓട്ടി. തമിഴന്റെ ക്യാമറ കണ്ടാൽ തമിഴൻ, മലയാളം ക്യാമറ കണ്ടാൽ മലയാളമുണ്ട് ആകും. മോഹൻലാലും ദുൽഖറും ഭഗതും നയൻതാരയും പ്രിയനും കല്യാണിയും ഒരു കാലത്ത് കുറേ കാലം മമ്മൂട്ടിയും ഒക്കെ വർഷങ്ങളായി തമിഴ്നാട്ടിൽ താമസിച്ചിരുന്നു. പക്ഷെ ഇവരാരും ഞാൻ വന്ന് തമിഴൻ മട്ടും താ എന്ന് പറഞ്ഞിട്ടില്ല. അവർ മലയാളിയായി അഭിമാനത്തോടെ ചെന്നൈയിൽ ജീവിക്കുന്നു. ഇതിലും നല്ലത് ഉടളങ്ങാ വിഴുങ്ങി അങ്ങ് ചത്തൂടെ ചായ. എന്ത് ചെയ്യാം, അങ്ങനെ ഒരു ഗതികേട് വന്നു പോയി. ഈ കെട്ടിയോൻ പറയുന്ന പോലെ പൊണ്ടാട്ടി പറയില്ല, പാർവതി പറയുമോ ഞാൻ തമിഴത്തിയാണ്. എനിക്ക് ഓളില്ല പറയുന്നു, ഞാൻ തിരുവല്ലക്കാരി, നല്ല കുറുപ്പാണെന്നല്ലേ പറയും. നക്കാപിച്ച വേഷങ്ങൾക്കായുള്ള ഗിമ്മിക്സ് ആണ് ഇത് എന്ന് ഞാൻ പറയും. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ തന്നെ നമ്മുടെ നടൻ ശ്രീനിവാസൻ മരിച്ചു. രോഗഗ്രസ്തനായി എത്രയോ നാൾ ആശുപത്രിയിലും വീട്ടിലുമായി അദ്ദേഹം കഴിഞ്ഞു. തിരിഞ്ഞു നോക്കിയോ ഈ മഹാൻ? എത്ര നല്ല തിരക്കഥകളിൽ ഇദ്ദേഹത്തിന് വേഷം കൊടുത്തു. നോക്കില്ല. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ശ്രീനിവാസൻ മരിച്ചപ്പോൾ പറയുകയാണ്, എനിക്ക് അന്ന് നിർത്തിപ്പോരാൻ പറ്റാത്ത ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. എടാ, സ്വന്തം വീട്ടുകാരെങ്കിലും മരിക്കുമ്പോൾ ഷൂട്ടിംഗ് ഉണ്ടെന്ന് കൊണ്ട് പോകാതിരിക്കരുത്. ജോഷി സാർ സംവിധാനം ചെയ്ത അമ്മ നിർമ്മിച്ച 2020 സിനിമയിലെ ക്ലൈമാക്സിൽ, ആ ക്ലൈമാക്സ് നിങ്ങൾക്കെല്ലാം ഓർമ്മ കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. படத்தோடு கடைசி ஷாட்டில் இப்படி இருக்கணும். ഓക്കെ, இதில் வந்து ஒரு படம் என்ன ஒரு வாட்டி கூட பாருங்க. கடைசியில் வந்து இந்த ஒரு ஆள் மட்டும் இருக்க மாட்டேன். അതിൻ്റെ പോസ്റ്ററിൽ 5 പേര് നിരന്ന് നടന്നു വരുന്നതാണല്ലോ പോസ്റ്റർ. പക്ഷെ സിനിമ നമ്മൾ കണ്ടോണ്ടിരുന്നാൽ അതിൽ ജയറാമില്ല അങ്ങനെ നടന്നു വരുന്നതിൽ. ഇക്കാരണം ചോദിക്കുമ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ ജയറാം മൊഴിയുന്നത് വിഷുവിന് വീട്ടിൽ പോകണം. അപ്പൊ ജോഷി സാർ പറഞ്ഞത്ര 2 നാൾ കൂടി നീ ഇവിടെ നില്ലെന്ന്. നീ നിന്നാൽ നിങ്ങൾ 5 പേരും കൂടി നടന്നു വരുന്ന 2-3 ഷോട്ട് എടുത്തിട്ട് വിടാം എന്ന് പറഞ്ഞു. പക്ഷെ ജോഷി സാറിനോട് പറഞ്ഞത് പറ്റില്ല. ഈ 5 പേരിൽ നടന്നു വരുന്ന ഏതാണ് വലുതെന്ന് തോന്നിയപ്പോൾ എനിക്ക് അതാണ് വലുതെന്ന് തോന്നി. എനിക്ക് വിഷുവിന് വീട്ടിൽ പോയേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ പോയി എന്നാണ് ഇദ്ദേഹം ഒരു ക്യാമറയിൽ പറഞ്ഞത്. കൂൾ ഡൗൺ. ഏത് പട്ടിക്ക് ഒരു ദിവസം ഉണ്ടെന്നല്ല പറയാറ്, അതുപോലെ സാറിനുണ്ടാവും ഒരു ദിവസം. മറ്റൊരു ക്യാമറ കാണുമ്പോൾ എനിക്കന്ന് ശബരിമലയിൽ എത്തണം. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ എനിക്ക് അവിടെ നടയടയ്ക്കുന്ന ആളെ എൻ്റെ പൂജയും എല്ലാം ദിവസം തീരുമാനം പിന്നെ എൻ്റെയാണ് എടുക്കേണ്ടത്. 2020 ക്ലൈമാക്സ് ആണോ ശബരിമലയാണോ മുഖ്യം? എനിക്ക് ശബരിമലയാണ് മുഖ്യം. ഞാനങ്ങ് പോയി. ഓന്തുപോലെ ഇത്ര പെട്ടെന്ന് നിർമാറില്ല പോലെ നീ ഭാവിയിൽ ഒരു മന്ത്രിയാവും. മറ്റേ ആ സ്വർണ്ണ വാതിലൊക്കെ മോഷിച്ച ഒരു കള്ള ഉണ്ടല്ലോ, അയാളാണല്ലോ കൂട്ടുകാരെ, അതുകൊണ്ട് പോയതായിരിക്കും.
മൂന്നാമതൊരു ക്യാമറ വന്നപ്പോൾ ക്ലൈമാക്സ് എടുക്കണമോ ഓണത്തിന് വീട്ടുകാരോടൊപ്പം ഉണ്ണണോ എന്ന് ചോദിച്ചു. എനിക്ക് വീട്ടുകാരോടൊപ്പം ഉണ്ടാ മതി എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി. കല്യാണ വീട്ടിൽ പോയാൽ കല്യാണ ചെറുക്കനാവണം, മരണ വീട്ടിൽ പോയാൽ പെട്ടിക്കകത്ത് കിടക്കണം. ഓരോരുത്തർ പറയുന്നത് കേട്ടാ തൊലി ഉരിഞ്ഞു പോകും. അപ്പോഴാണ് ഒരു തമിഴൻ ക്യാമറയായിട്ട് വന്നത്. ഇതേ ചോദ്യം തമിഴൻ ചോദിച്ചപ്പോൾ പറഞ്ഞ ഉത്തരം, കറക്റ്റാ ദീപാവളി ടൈം எங்கள் வீட்டில் சார் தீபாவளி வீட்டுக்கு போனோம், சென்னை போனோம். இல்லை இல்லை உனக்கு தீபாவளி பெருசா, கடைசியில் எல்லாரும் 5 பேர் நடந்து வருது பெருசா. ദീപാവലിക്ക് ഫാമിലിയോടൊപ്പം കൂടണോ 5 പേര് നിരന്ന് നടന്നു വരുന്ന ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ദീപാവലി താ മുഖ്യം, അതുകൊണ്ട് ഞാൻ ചെന്നൈക്ക് പോയി. ആ തേണ്ടി തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാം? എടാ വാക്കിന് എന്തെങ്കിലും ഒരു സ്ഥിരത വേണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇത് കാണുന്നവർ പുച്ഛിക്കുമെന്നുള്ള ബോധമെങ്കിലും വേണ്ടേ? അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ. പക്ഷെ ഓരോ ക്യാമറ കാണുമ്പോൾ ഓരോ രീതിയിൽ പറയുമ്പോൾ ഞാൻ ഈ പറയുന്നതൊക്കെ കാണുന്ന ജനം എന്നെ പുച്ഛിക്കും. നാക്കെടുത്ത് വളച്ചാൽ കള്ളമേ പറയൂ, പൊങ്ങച്ചമേ പറയൂ എന്ന് ചിന്തിക്കില്ലേ എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത നടനാണ് ജയറാം. ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്.